നമ്മള് അത് പ്രാരംഭമായിട്ട് കേട്ട പോലെ നമ്മൾ ഒരു സമയത്ത് രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ കേവലം ആ ഏതെങ്കിലുമൊക്കെ കൺവെൻഷനോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ പണ്ടൊക്കെ ഇങ്ങനെ പറയും, ഈ സ്വർഗത്തിനെ പറ്റി വലിയ വലിയ വർണ്ണനയൊക്കെ തന്നിട്ട് സ്വർഗത്തിൽ പോകാൻ ആരുണ്ട്, അങ്ങനെയിപ്പോ ഉള്ളവരെല്ലാം കൈവക്കുക എന്ന് പറയും. അപ്പൊ അങ്ങനെ കൈവൊക്കെ പൊക്കെയാണ് പലപ്പോഴും ഞാനൊക്കെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്ന മോഡിൽ ആ ഒരു ബാനറിന്റെ താഴെ വന്നതെന്ന്, യേശുവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതാണ് ആ സമയങ്ങളൊക്കെ ജീവിച്ചത്. നമ്മൾ ഇന്ന് പിന്നെ CFC പോലുള്ള സഭയും സത്യം സംസാരിക്കുന്ന സഹോദരന്മാരുടെ ഇടയിൽ വന്നപ്പോഴാണ് ജീവിതത്തെ വാസ്തവത്തിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം കേട്ട പോലെ യേശുവിനോടുള്ള സ്നേഹത്തെ നമ്മൾ വർദ്ധിക്കുന്നുണ്ടോ. ഞാൻ യേശുവിനെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് എന്നാണ്, അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അളവുകോൽ എന്ന് നമ്മളോട് സംസാരിച്ചപ്പോഴാണ് സാക്കിനും സഹോദരന്മാരും ഒക്കെ നമ്മളോട് കാലാകാലങ്ങളിൽ നമ്മളോട് സംസാരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയതയുടെ അളവുകോല് നമ്മുടെ തുടർമാനമായിട്ടുള്ള യേശുവിനോടുള്ള സ്നേഹവും യേശുവിന്റെ സാക്ഷിയായ ഓരോ നമ്മളെ ആയിരിക്കുന്നവർക്കൊക്കെ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളൊരു ആ ഒരു ടെസ്റ്റുകളുമാണ് നമ്മൾ അതിനെ പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ കേട്ടു നമ്മൾ കേട്ട പോലെ ഒരു ഇതൊരു തുടർമാനമായിട്ടുള്ള ഒരു തുടരുന്ന പെർസിവറൻസോടെ, പ്രത്യാശയോടെ, സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി നമ്മൾ കേൾക്കാൻ പലപ്പോഴും ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട പോലെ ക്രിസ്തു നമ്മൾ വിടുവാകുവോളം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് പലപ്പോഴും ഈ നമ്മള് ഈ പറഞ്ഞ പോലെ എന്തിനെയോ പിൻപറ്റുന്ന പോലെ ഒരു പക്ഷെ നമ്മൾ പല പല സമയങ്ങളിൽ അത് നിർത്തിക്കളയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തുള്ളവരെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടെ ഒക്കെ മെച്ചമായിട്ട് നമുക്ക് തോന്നിപ്പോകാനിടയുണ്ട്. അപ്പൊ നമ്മൾ ഇത് എന്ന് ഞാൻ ഇവരെക്കാളൊക്കെ മെച്ചമാണ് എന്നൊക്കെ തോന്നി നിർത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവം നമ്മളെ തന്നെ പൊളിച്ച് വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ സത്യത്തെ അംഗീകരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പല സമയങ്ങളിലും, ഏതോ നമ്മൾ സഭയിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഇത്രേ ഉള്ളൂ എന്ന് കാണിച്ചു തരുന്ന അനേകം സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാനായിട്ടും നമ്മളെ കണ്ടെത്താനായിട്ടും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കുന്ന ചില ഓപ്പർച്യൂണിറ്റികളാണ്. അവിടെ നമ്മൾ യേശുവിന്റെ സ്വഭാവത്തോടത്തോളം നമ്മൾ വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര കാതങ്ങൾ അകലെയാണ് എന്നത് നമ്മളെ കാണിച്ചു തരുന്നു. അപ്പൊ അവിടെ നിരാശപ്പെട്ട് ഒരുപക്ഷെ ഇപ്പൊ പലപ്പോഴും പല സഹോദരന്മാരെയും നമ്മളെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ട് പോലെ പല സമയങ്ങളിൽ ഇത് വിട്ടുപോകാനുള്ള, അവിടെ പറയുന്നത് മുറുകെ പിടിച്ചുകൊള്ളുക, ഹോൾഡ് ഫാസ്റ്റ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗ്ലാസും ഇങ്ങനെ അല്പം കെയർ വേണ്ടിയ കാര്യം, ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ നമ്മൾ എടുത്തോണ്ടുള്ള ഇച്ചിരി കെയർ വേണ്ടിയ ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ എടുത്തോണ്ട് പോകുന്ന സമയം നമ്മൾ മോനെ അത് ചൊവ്വെ രണ്ട് കൈ കൊണ്ടും പിടിച്ചോളണം, അല്ലെങ്കിൽ അത് പോകും, നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ള ഒരു ലോകത്താണ് ഇപ്പൊ തന്നെ സന്ദീപ് സൗരന്മാരും പറഞ്ഞ പോലെ ദൈവമില്ല എന്ന് പറയുന്ന ഒരു വലിയ ലോകത്താണ്, അല്ലെങ്കിൽ ഇപ്പം വിശ്വാസികളുടെ ഇടയിൽ തന്നെ അപ്രകാരം ജീവിക്കുന്നവരുടെ ഇടയിലാണ് ഉണ്ടെന്ന് പറയുകയും ഇല്ലാത്ത പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾക്ക് എന്തോ ഇത്രയും വലിയ ഒരു കാര്യവും ചോദിക്കുന്ന ഇടയിൽ നമുക്ക് നമ്മുടെ യേശുവിനോടുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ച്, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ദൈവം നമ്മളോട് വീണ്ടും പറയുന്നു. അവിടെ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലെല്ലാം ഞാൻ പലപ്പോഴും രാവിലെ സമയവും നമ്മുടെ ഉള്ളിലുള്ള ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് കർത്താവേ, എന്റെ പ്രതീക്ഷ ഞാൻ ഏതിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, എന്താണ് എന്റെ ഹോപ്പ്? ഇന്ന് ഈ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളിലാണോ, അല്ലെങ്കിൽ ഈ പലപ്പോഴും ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളിലുള്ള ഹോപ്പാണ് നമ്മളെ പലപ്പോഴും പല നിരാശയിലേക്കും ദൈവത്തിൽ നകറ്റിക്കൊണ്ട് പോകുന്നതെന്ന് ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു.
എന്ന ദൈവം നമ്മളെ നമുക്ക് ജീവന് ഭക്തിക്കും വേണ്ടതെല്ലാം ദാനം ചെയ്തിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിലാണ് നമ്മൾ ആ വചനം വായിച്ച സമയത്ത് അതിന്റെ 3-ാം അധ്യായം എബ്രായർ 3:1 വായിക്കുമ്പോഴും, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് യോഹരിക്കാനുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും, അവിടെയാണ് നമ്മൾ യേശുവിലേക്ക് പ്രത്യാശയോട് നോക്കുമ്പം നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് തെറ്റിപ്പോകാതിരിക്കാനായിട്ട് കഴിയും അവിടെ. അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിലേക്ക് നമ്മൾ നോക്കുന്ന പല കാര്യങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡീമറിറ്റ്സ് ഉണ്ട്. അതൊന്നും നമ്മളെ നിത്യമായ കാര്യങ്ങളിലേക്ക് നിലനിർത്താനായിട്ട് പര്യാപ്തമല്ല. യേശുവിലേക്ക് ശ്രദ്ധയോടെ നോക്കി പെർസിവറൻസോടെ ഈ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. മനസ്സിലാക്കാം, നാം രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തു നമ്മില് ജനിക്കും, യുവാകും. ക്രിസ്തു നമ്മിൽ വളരണം. ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടണം. അതിലെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ അഭിഷേകവും ദൈവജനം ആവശ്യമാണ്. എപ്പോഴും നമുക്കത് വേണം. അതില്ലാതിരുന്നാൽ പിന്മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ ആം ചെയ്യേണ്ടത്? ആർമർ ഓഫ് ഗോഡ്, അതായത് ദൈവത്തിന്റെ സർവായുധവർഗമാണ് നമുക്ക് ധരിക്കുവാനുള്ളത്. നമുക്കറിയാമല്ലോ. അതിന് നമ്മൾ ഇന്ത്യയിൽ സഹായിക്കുന്നു. കേൾപ്പിച്ച കർത്താവ് സ്തോത്രം. കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കും റിപ്പീറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ തന്നെ ഞാൻ ആമേൻ എന്ന് പറയാനുള്ളതായ ഒരു ചങ്കുറപ്പ് ഇന്ന് എനിക്ക് കിട്ടി. ഇന്ന് കേൾപ്പിച്ചത് തുടങ്ങിയത് എബ്രായ ലേഖനം 3:6-14 6-ാമത്തെ വാക്യം എന്നത്, but Christ as a son over his own house, whose house we are, if we hold fast the confidence and the rejoicing of the hope of up to the end. നമ്മുടെ ഈ വിശ്വാസം, ആ വാക്യം അവസാനിക്കുന്നത് we should be hold fast firm. മുറുകെ പിടിച്ചുകൊണ്ട് അവസാനത്തോളം മുറുകെ പിടിക്കണമെന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾ പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 14-ാമത്തെ വാക്യം, if we have become partakers of Christ, if we hold the beginning of our confidence steadfast to the end. അവിടെയും അവസാനം എന്നുള്ള വാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 6 ഞാൻ അത് വായിക്കാൻ 6:4 മുതൽ 6 വരെയുള്ള ഉള്ളത് കൊണ്ട്, for it is impossible for those who once enlightened and have tasted the heavenly gift and have become partakers of the Holy Spirit, and have tasted the good word of God and the powers of the age to come, if they fall away. ഇതൊക്കെ കിട്ടിയിട്ട് വേറൊരു വാക്ക് പറയാറുണ്ട്, ഷിപ്രക്കെന്നും പറയും. ഒരു വാക്ക് പറയില്ല, കപ്പൽ ഛേദം. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇഫ് ദേ fall away, to renew them again to repentance, since they crucify again for themselves the Son of God and put him to an open shame. നാം മുഖാന്തരം കർത്താവിനെ ഒരിക്കലും ഒരു ഓപ്പൺ ഷെയിമായി മാറരുതേ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാൻ മുഖാന്തരം കർത്താവിനെ രണ്ടാമത് ക്രൂശിക്കാൻ ഇടവരുത്തരുതേ എന്നുള്ള ഒരു ആശയം അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ 11-12, and we desire that each one of you show the same diligence to the full assurance of hope until the end. അവിടെ എൻഡ് പറയുന്നുണ്ട്, അവസാനത്തോളം.
that you do not become sluggish. ആ ഒരു വാക്ക് ഞാൻ ഇതിനു മുമ്പും പിന്നെ ഇവിടെ ബൈബിൾ സ്റ്റഡി ജേക്കബ് ബ്രദർ ഇവിടെ ബൈബിൾ സ്റ്റഡി എടുത്ത അവസരത്തിൽ അത് പറഞ്ഞതാണ്. സ്ലഗിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഒരു വിശ്വാസ ജീവിതം, അത് പറയാനൊരു എക്സാമ്പിൾ ഉണ്ട്, പക്ഷെ ഇത് അവിടെ പറയാൻ ഒത്തിരി ബുദ്ധിമുട്ട് ഞാനാണ്. സ്ലഗിഷ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുവാണ്, പുള്ളിക്കാരൻ എളുപ്പം ഇനി വന്നു കഴിഞ്ഞാൽ അത് സ്ലഗിഷ് അല്ല, അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നേക്ക് വായി നോക്കി നിന്നേക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ഇസ് എ സ്ലഗിഷ്നെസ്. അതാണ് ഞാൻ പറയുന്നത്. ഈ വാക്കിന്റെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അതാണ്, സ്ലഗിഷ്. വിശ്വാസ ജീവിതം നമ്മൾ വളരെ തീഷ്ണതയോടുകൂടി പോകണമെന്നുള്ളതായ ഒരു അർത്ഥമാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ ആ വാക്കിന് ഞാൻ വളരെയധികം ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ബഹുമാനിക്കുന്നു. ബിക്കോസ് അതിന് അവസാനം പറയുന്നത് ബട്ട് ഇമിറ്റേറ്റ് ദോസ് ഹൂ ത്രൂ ഫെയ്ത്ത് ത്രൂ ഫെയ്ത്ത് പേഷ്യൻസ് ഇൻഹെറിറ്റ് ദ പ്രോമിസ്. ഇത് ചുമ്മാതൊന്നുമല്ല, ഇൻഹെറിറ്റ് ദ പ്രോമിസ്. പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോമിസിന്റെ മലയാളം ദിവസം വാഗ്ദത്തം അവകാശമാക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, എബ്രായലേഖനം 10-ന്റെയും കൂടെ 10ആണല്ലോ ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. Therefore, do not cast away your confidence. നമ്മുടെ ധൈര്യമാണോ? കോൺഫിഡൻസ് എന്ന് തന്നെ ഞാൻ പറയാൻ പോവാണ്. വിച്ച് ഹാസ് ഗോട്ട് ഗ്രേറ്റ് റിവാർഡ്. അതിന് വലിയൊരു പിന്നെ പ്രതിഫലം ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടെന്ന് പറയുകയല്ല, അത് ഐ ബിലീവ് ദാറ്റ്. സോ ദാറ്റ് ആഫ്റ്റർ യു ഹാവ് ഡൺ ദ വിൽ ഓഫ് ഗോഡ് യു മേ റിസീവ് ദ പ്രോമിസ്. ദൈവത്തിൻ്റെ ഹിതം ചെയ്തതിന് ശേഷം യു വിൽ റിസീവ് ദ പ്രോമിസ്. പിന്നെ 37-38 കൂടെ ഞാൻ വായിക്കാം. ഫോർ എറ്റ് എ ലിറ്റിൽ വൈൽ ആൻഡ് ഹി ഹു ഈസ് കമ്മിങ് വിൽ കം ആൻഡ് വിൽ നോട്ട് ടാരി. അത് കർത്താവിൻ്റെ വരവിനെ പറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. നൗ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. അത് സഹോദരനോട് പറയുന്നത് ഇറ്റ് ഇസ് എ കൊട്ടേഷൻ ഫ്രം സം ഹബക്കൂക്ക്. ഇവിടെ എഴുതിയേക്കു, ഞാൻ പോയില്ല അങ്ങോട്ട്. just shall live by faith. But if anyone draws back, my soul have no pleasure in him. നമ്മള് അങ്ങനെയുള്ള കൂട്ടത്തിലല്ല, ഞാൻ അങ്ങനെയുള്ള കൂട്ടത്തിലല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ഡ്രോ ബാക്ക്. പിന്നെ കഴിഞ്ഞ ദിവസം സഹോദരന കോട്ടേജ് മീറ്റിങ്ങിനകത്ത് പ്രസംഗിച്ച അവസരത്തിൽ എനിക്കൊരു വാക്ക് വന്നു. എന്തുവാണ്? സ്ലഗിഷ്. അത് എവിടാണെന്ന് പോലും എനിക്കറിയത്തില്ല. സ്ലഗിഷ് അല്ലല്ലോ, സോറി, offended. The one who is offended. 18-19 proverb. The one who is offended, it is hard to bring him back. അങ്ങനെ ഒരു വാക്കുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വിശ്വാസത്തിൽ എത്ര ഒഫൻഡഡ് വന്നു കഴിഞ്ഞാലും we should not go back. പിന്നെ മത്തായി 24:13 പറയുന്നത് he who endures to the end shall be. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വാക്യമാണ്. അത് നമുക്ക് വളരെ ഫാസ്റ്റ് ചെയ്യാം. അവസാനമായിട്ട് ഞാനൊരു വാക്കും കൂടെ എനിക്ക് ഓർമ്മ വന്നതാണ്. ഓർമ്മയല്ല, ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കിട്ടിയതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം. Therefore we also, since we are surrounded by the great clouds of witness, let us lay aside every weight and the sin which is easily ensnares us, and let us run. ഈ വാക്കുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. With endurance the race that is set before us. Let us run this race with endurance, the race that is set before us.
ഈ വാക്ക് എനിക്ക് അവിടെ നിന്ന് ഞാൻ വായിച്ചെന്ന് എനിക്ക് കിട്ടിയതാണ്. അത് ആ എൻഡുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നിലനിൽപ്പ്. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഈ വാക്കുകളെല്ലാം എന്നെ എൻകറേജ് ചെയ്തു എന്ന് വേണം പറയാൻ. കർത്താവിന്റെ സഹായം.